ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഇഡി ചോദ്യം ചെയ്യും. ഇഡി ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധങ്ങളിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുക. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഇഡി ചോദ്യം ചെയ്യും എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇഡി ECIR രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണം ഏറ്റെടുത്തതോടുകൂടി ഇനി ഉന്നതർ ഉൾപ്പെടെ കുടുങ്ങും സാമ്പത്തിക ക്രമക്കേടുകളിൽ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ എന്ന് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. അതിന് ബദലായി SIT തന്ത്രിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇങ്ങനെ അന്വേഷണം മുറുകുന്നുണ്ട്. അതോടൊപ്പം വളരെ ബുദ്ധിപൂർവം അല്ലെങ്കിൽ ബോധപൂർവം കടകംപള്ളിയെ മാറ്റി നിർത്തുന്ന സർക്കാർ ഒത്താശ, രാഷ്ട്രീയ സമ്മർദ്ദം അവിടെയൊന്നും ഇഡിക്ക് ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഇഡി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിന്റെ കൃത്യമായ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയും എന്നല്ലേ അനുമാനിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് രോഹിണി. ഇക്കാര്യത്തിൽ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ATS കൃത്യമായി തന്നെ അവർക്ക് സംരക്ഷിക്കേണ്ട ആളുകളെ അല്ലെങ്കിൽ അന്വേഷണം എല്ലാ വഴികളിലേക്കും എത്തിക്കുന്ന സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് ഒരു ഘട്ടത്തിലും കടന്നിരുന്നില്ല. അവിടെയാണ് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം മന്ത്രി അടക്കം കടകംപള്ളി അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ് ഇനി പ്രധാനമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുക. ATS നേരത്തെ 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ വ്യക്തത നേടാൻ ശ്രമിച്ച പല കാര്യങ്ങളിലും കൃത്യമായ മറുപടികൾ ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏത് തരത്തിലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്, ഈ അടുത്ത സൗഹൃദം എങ്ങനെയെല്ലാം ദുരുപയോഗിക്കപ്പെട്ടിരിക്കാം എന്ന സംശയങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ATSനും ഉണ്ടായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടികളൊന്നും തന്നെ നൽകിയില്ല. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അങ്ങനെ അടുത്ത സൗഹൃദങ്ങളില്ല, സാധാരണ ബന്ധം മാത്രമാണ് ഉള്ളത് എന്ന ഒഴുക്കൻ മട്ടിലുള്ള മറുപടികൾ മാത്രമായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ പട്ടികയിൽ, അതായത് ഏറ്റവും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഗോവർദ്ധൻ അടക്കമുള്ള മറ്റ് പ്രതികൾ, ജ്വല്ലറി ഉടമ അടക്കമുള്ള ആളുകൾ, അവരുടെ എല്ലാം തന്നെ അതേ പട്ടികയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഈ ആളുകളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിപ്പച്ചെറുപ്പമില്ല, ഏതെങ്കിലും ഉന്നതരെന്നോ സാധാരണ ആളുകളെന്നോ വ്യത്യാസമില്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്യുക, ഏറ്റവും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണ് അന്വേഷണ സംഘത്തിന് കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള കേന്ദ്ര അനുമതി, ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടറുടെ അനുമതി അടക്കം ലഭിക്കുകയും അന്വേഷണം തുടർ നടപടികൾ വേഗത്തിലാക്കുകയും ECIR രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും എല്ലാം തന്നെ EDയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമായ ചോദ്യം ചെയ്യലുകളിലൂടെ ആയിരിക്കും ED കടന്നു പോവുക. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് കടകംപള്ളിയിൽ നിന്ന് ലഭിക്കാനുള്ള വിവരങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അനധികൃതമായ ചില ഇടപാടുകളും ഇടപെടലുകളും മുൻ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ആരോപണം ശക്തമായി തന്നെ ഉയർന്നിരുന്നു. ഇതിൻ്റെ നിജസ്ഥിതി വ്യക്തമാകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, മന്ത്രി നടത്തിയിട്ടുള്ള നിരവധി വിദേശ യാത്രകളുണ്ട്. 14-15 വിദേശ യാത്രകൾ ചെറിയ കാലയളവിൽ തന്നെ നടത്തിയതായി വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദേശ യാത്രകളെല്ലാം തന്നെ എന്തിനെല്ലാമായിരുന്നു, പ്രത്യേകിച്ച് ഈ പ്രതികളിൽ പലർക്കും വിദേശ ബന്ധങ്ങളുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മന്ത്രിയുടെ വിദേശ ബന്ധങ്ങളെ സംബന്ധിച്ച് വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റു സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച്, മുൻ മന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദം, അടുപ്പം, അത് ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ വ്യക്തമായ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. വിദേശയാത്രകൾക്കൊപ്പം
അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനൊപ്പമുള്ള ചിത്രങ്ങൾ തന്നെ സാധാരണ നിലയിൽ ഈ ഒരു സൗഹൃദങ്ങൾക്ക് അടുത്ത ബന്ധത്തിൻ്റെ എല്ലാം തന്നെ തെളിവുകളായി നിരവധി ചിത്രങ്ങൾ പുറത്തു വരാറുണ്ട്. ഇവിടെയും അത്തരം ഈ കടകംപള്ളി സുരേന്ദ്രനും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്രധാനപ്പെട്ട ഈ സൗഹൃദത്തിൻ്റെ അടുപ്പത്തിൻ്റെ തെളിവുകളാണ്. അത് എങ്ങനെയെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി ദുരുപയോഗിച്ചിട്ടുണ്ടാകാം, അതിന് എത്രമാത്രം അറിവ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ടാകാം എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള 11 പേരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ED ചോദ്യം ചെയ്യും. SIT അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അത് 11 പേരാണ്. തന്ത്രി ഏറ്റവും ഒടുവിൽ തന്ത്രി ഉൾപ്പെടെ 11 പേരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ കോടതിയുടെ അനുമതിയോടെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടിയിലേക്കായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും കടക്കുക. മാത്രമല്ല ഈ പ്രതികളുടെ സ്വത്തുവകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ബിനാമി ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിശദമായ ഇടപാടുകൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഉന്നതരായ ആളുകൾ ഇപ്പോഴും ATSന്റെ അന്വേഷണത്തിൽ, കാരണം കോടതി തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനം പല ഘട്ടങ്ങളിലും ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബറിൽ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉയർത്തിയ ഒരു വിമർശനം എന്ന് പറയുന്നത് കാര്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല, അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഡിസംബർ 4 ശേഷം അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലം ലക്ഷ്യമിട്ടാണോ അത് എന്ന സംശയം തന്നെയായിരുന്നു കോടതി ചോദിക്കാതെ ചോദിച്ചത്, അല്ലെങ്കിൽ അത്തരം ഒരു സംശയങ്ങൾ തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തത്. ആ ഒരു ഘട്ടത്തിൽ നിലവിൽ ATS അന്വേഷിക്കാത്ത മേഖലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഉന്നതരായ ആളുകൾക്ക് ഈ കേസിൽ പങ്കാളിത്തമുണ്ട് എങ്കിൽ അത് പുറത്തു വരുന്ന തരത്തിലുള്ള അന്വേഷണത്തിലേക്കോ ചോദ്യം ചെയ്യലുകളിലേക്കോ, പ്രത്യേകിച്ച് ഈ കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നതിനപ്പുറം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കോ തുടർ നടപടികളിലേക്കോ ATS ഇതുവരെ കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ATSന്റെ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഈ ചോദ്യം ചെയ്യലുകൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയിലെ മുഖ്യ പേരുകാരൻ തന്നെയാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ കേസ് ECI രജിസ്റ്റർ ചെയ്ത നിലയിൽ കൂടുതൽ നടപടികൾ അടുത്ത ദിവസങ്ങളിലുണ്ടാകും. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കുള്ള കസ്റ്റഡി അപേക്ഷകളുണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും കടകംപള്ളിയെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുക. ശരി, ജിജീഷ് കരുണാകരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.